നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ മത്തൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് കുതിർത്ത് വെച്ച ചെറുപയറാണ് വേണ്ടത്. നെക്സ്റ്റ് ഈ 2 ഐറ്റവും കൂടെ ഒരു കുക്കറിലോട്ടേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചിട്ടെടുക്കണം കേട്ടോ. ഒരു 4 വിസിലുള്ള മതിയാവേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഏതാണ്ട് വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ശർക്കര ഒന്നുകിൽ ലായനിയായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇതിലോട്ടേക്ക് തന്നെ ചേർത്താലും മതിയാവും കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പായസത്തിൻ്റെ പരിവാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഏതാണ്ട് കുറുകി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർക്കാവുന്നതാണ്. അത് ടേസ്റ്റ് ഇരട്ടിയാക്കിപ്പിക്കും കേട്ടോ. പിന്നെ ഒരു നോട്ട് പറഞ്ഞു തരാം, എങ്ങാനും കുറുകി വരുന്നില്ല എന്നെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താലും മതിയാവും കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ്, സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. എനിക്ക് സാധാരണ മത്തൻ പായസം ഇഷ്ടപ്പെടാറില്ലെങ്കിലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.